ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുവാണ്. ഇപ്പോൾ 2-3 ദിവസത്തെ മഴയും തണുപ്പൊക്കെ പറ്റിയിട്ട് അങ്ങനെ ആകെ പനിയൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറഞ്ഞിട്ടൊന്നുമില്ല. ടാബ്ലറ്റൊക്കെ കഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാ തവണയും മഴ പെയ്യുമ്പോൾ എനിക്കൊരു പനി വരുന്നതാണ്. ഭാഗ്യത്തിന് ആമയ്ക്ക് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. ആമയ്ക്ക് ഒരു 2 ആഴ്ച മുന്നേ ചെറിയൊരു കോൾഡും വീസിങ്ങൊക്കെ വന്നതാണ് കേട്ടോ. പക്ഷേ മരുന്നൊക്കെ കൊടുത്ത് അവളെ ശരിയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൺഡേ എടുത്തിട്ടുള്ളതാണ്. സൈക്ലോൺ വരുന്നതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ന്യൂസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ ഇങ്ങനെ പെയ്യും, അതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങരുത്, ഹെവി റെയിനാണ് വരാൻ പോകുന്നതെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് അത്യാവശ്യം നല്ല മഴയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടേ മഴയാണ്. ശരിക്കും ഇന്ന് ആമയ്ക്ക് സ്കൂളുള്ള ദിവസമാണ്. അവർക്ക് തിങ്കളാഴ്ച സ്പോർട്സ് യൂണിഫോം ആയ കാരണം കൊണ്ട് തലേ ദിവസം തന്നെ ഞാൻ യൂണിഫോം ഒക്കെ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ന്യൂസ് വെച്ച് നോക്കും എന്തെങ്കിലും ലീവാണോ എന്നൊക്കെ. അവരുടെ സ്കൂളിൽ നിന്ന് ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇടുമെങ്കിലും പക്ഷെ എന്നാലും എനിക്ക് ന്യൂസ് രാവിലെ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം കാണത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ന്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് ലീവൊന്നും ഇല്ല, മഴ വലുതായിട്ട് ചെറിയ മഴയെ കാണത്തുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് കൺഫേം ചെയ്തിട്ട് കിച്ചണിലേക്ക് കയറിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ട് ബ്രഷൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പം നല്ല മടിയാണ് രാവിലെ എഴുന്നേൽക്കാനൊക്കെ. ഞാൻ പറഞ്ഞില്ലേ മഴയായ കാരണം കൊണ്ട് നല്ല തണുപ്പായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു രക്ഷയും ഇല്ല കേട്ടോ. ചെന്നൈയിലുള്ളവർക്ക് അറിയാമായിരിക്കും. പിന്നെ ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസംബർ മാസം കിട്ടുന്ന മഴയും തണുപ്പൊക്കെ തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ വെയിൽ തുടങ്ങും. പിന്നെ അങ്ങോട്ട് ഭയങ്കര ചൂടായിരിക്കും. ഈ ഒരു 2-3 മാസം കിട്ടുന്ന തണുപ്പും മഴയും തന്നെയാണ്. പിന്നെ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടു കാണുമല്ലോ ഇതുപോലെ ചെന്നൈയിൽ വെള്ളം കയറിയ കാര്യമൊക്കെ. പക്ഷെ നമ്മൾ താമസിക്കുന്നിടത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ വെള്ളമൊക്കെ കയറിയതായിട്ട് ന്യൂസിൽ കണ്ടായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ താമസിക്കുന്ന ആൾക്കാർ നമ്മുടെ ചാനലിൽ ഉള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കോ, നിങ്ങളുടെ സ്ഥലത്തൊക്കെ സേഫ് ആയിരുന്നോ അതോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ, വെള്ളം കയറിയോ എന്നൊക്കെ. ഞങ്ങൾക്ക് ഒരു തവണ ഇതുപോലെ ചുഴലിക്കാറ്റ് വന്ന സമയത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ആ ഒരു വർഷം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് നമുക്ക് ഫ്രണ്ടിൽ റോഡൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു സമയത്ത് നല്ലപോലെ വീടിനകത്തേക്ക് വെള്ളമൊക്കെ കയറി. വീട്ടിനകത്ത് കയറിയിട്ടില്ല, പക്ഷെ എന്നാലും വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നു. പിന്നെ 2 വർഷം മുമ്പ് നമ്മുടെ വീടിൻ്റെ താഴത്തെ വീട്ടിൽ അനിയനൊക്കെ താമസിക്കുന്നിടത്ത് വെള്ളം കയറിയായിരുന്നു കേട്ടോ. അപ്പം അന്ന് അവരെല്ലാവരും മേലേക്ക് വന്നു. അങ്ങനെ ഒരാഴ്ച അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത്തവണ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പേടിച്ചാണ് ഇരുന്നത് ഇത്തവണ എങ്ങനെ ആവുമെന്ന്. പക്ഷേ ദൈവം സഹായിച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ എൻ്റെ കിച്ചണിൽ വന്നിട്ടുണ്ട്. തലേ ദിവസം വെച്ചിട്ടുള്ള ചോറ് ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ രാവിലെ തന്നെ ഞാൻ കരിങ്ങാലി വെള്ളം കൂടി വെച്ചേക്കും കേട്ടോ. നമുക്ക് ഇപ്പോൾ ചൂട് വെള്ളമാണ് ആമിക്കും കൊടുക്കുന്നത്, ഞങ്ങളും കുടിക്കുന്നത്. പിന്നെ ഇത് ഓമം തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അത് രാവിലെ ഞങ്ങളിങ്ങനെ വെള്ളം ചൂടാക്കി എന്തെങ്കിലും ഒരു മോർണിംഗ് ഡ്രിങ്ക് കുടിക്കും. ഹസ്ബൻഡിന് ഇതിനകത്ത് കുറച്ച് ലെമണും കൂടി ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നത്, ലെമൺ ജ്യൂസ്. ഞാൻ വെറുതെ ഓമം മാത്രമാണ് കുടിക്കുന്നത് കേട്ടോ. വയറിന് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് പോവും. ഇതിനിടയിൽ തന്നെ ഞാൻ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് അരി ഇട്ടു. പിന്നെ ബാക്കിയുള്ള ചോറും കൂടി ആ പുതിയ അരി തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ടിട്ടാണ് ചോറാക്കി എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇതുപോലെ റാഗിയുടെ സേമിയ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് മേടിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ് മേടിക്കാത്തത്. ഈ മഴയൊക്കെ വരുന്ന തണുപ്പ് സമയത്ത് ഇതുപോലെ സേമിയ ഉപ്പുമാവും നൂഡിൽസും അതൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ എന്തായാലും അതൊരു പാക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു പകുതിയോളം ഞാൻ ഇതുപോലെ എടുത്ത് ആദ്യമൊന്നും നമ്മൾ 15 മിനിറ്റോളം ഇതൊന്ന് പച്ചവെള്ളത്തിലിട്ട് വെച്ചേക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് കുതിർന്ന് വന്നിട്ടുള്ള ഈ ഒരു സേമിയ ഉണ്ടല്ലോ, സേമിയ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കണം. എന്നിട്ട് ആണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. പിന്നെ അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനിടയിൽ തന്നെ നമ്മുടെ ആമിക്കുള്ള കട്ടൻ ചായയൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആമി സ്കൂളിൽ വിടുന്നതിൻ്റെ തിരക്കായ കാരണം കൊണ്ട് കിച്ചണിൽ കയറിയാൽ ഞാൻ അങ്ങനെ അധികം ആരോട് സംസാരിക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ എൻ്റെ പണികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് നോക്കും. പ്രത്യേകിച്ച് ഇപ്പം മഴയായ കാരണം കൊണ്ട് നല്ല പാടാണ് കിച്ചണിൽ നിൽക്കാനായിട്ട്. ഒന്നാമത്തെ കാര്യം ടൈൽസ് ആണ്. പിന്നെ ഞാൻ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് കിച്ചണിൽ നിൽക്കുന്നത്. സ്വെറ്റർ ഇട്ടിട്ടുള്ളത് കൊണ്ട് വലിയ തണുപ്പ് തോന്നുന്നില്ല. കാരണം കിച്ചണിൽ ഈ അടുപ്പിൻ്റെ ചോട്ടിലായതുകൊണ്ട് അധികം തണുപ്പ് അടിക്കുന്നില്ല. ചൂടാണ് കിച്ചണിലെ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ.
തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് പടവലങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തോരന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമിക്ക് സ്കൂളുള്ള ദിവസം തലേ ദിവസം ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കും. പിന്നെ സവോള ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പടവലങ്ങ തോരനാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവോളയും പടവലങ്ങയും കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെയൊക്കെ ചിക്കി ഒന്ന് ചേർത്ത് കൊടുക്കാം, നല്ലതായിരിക്കും. പിന്നെ കുറച്ച് സവോളയാണ് ഞാൻ തോരന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് നമ്മുടെ ഉപ്പുമാവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ തേങ്ങ ചിരകണം. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് തേങ്ങ ചിരകൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം ഞാൻ തേങ്ങ ചിരകി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബാക്കിയുള്ള തേങ്ങ എടുത്ത് ഫ്രിഡ്ജിൽ എപ്പോഴും വെച്ചേക്കും. പിന്നെ അല്ലേ പലരും പറയുന്ന കാര്യമാണ്, എനിക്ക് ഒരു സന്തോഷവും ഇല്ല, ഒരു കാര്യത്തിലും എനിക്ക് സന്തോഷം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വീട്ടമ്മമാരിങ്ങനെ പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, നമ്മൾ മറ്റുള്ളവരെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര സങ്കടം വരുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കാം, മക്കളായിരിക്കാം, ഇൻലോസ് ആയിരിക്കാം, ഈവൻ നമ്മുടെ പാരൻസ് ആയിരിക്കാം. നമ്മൾ ആൾക്കാർക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുകയും അവർ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴും സങ്കടം ഉണ്ടാവുന്നത്. പക്ഷെ അതേസമയം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നമ്മുടെ സന്തോഷങ്ങൾ മാത്രം കണ്ടെത്തി ജീവിച്ചാൽ നമുക്ക് അത്രയും ഒരു വിഷമം വരത്തില്ല. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു പരിധി വിട്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും ചെറിയൊരു ഇതുണ്ടായാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കുള്ള പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ നമുക്ക് വേണം പ്രയോറിറ്റി കൊടുക്കാനായിട്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടുപിടിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിലും സങ്കടം വരികയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ആ ഒരു സ്വഭാവം എനിക്ക് മാറ്റണമെന്ന് ഒത്തിരി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഏറെക്കുറെ ഇപ്പം അതിൽ സക്സസ് ആയി എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നതാണ്. ആ ഒരു കമൻറ്റ് കണ്ടതിൻ്റെ ബേസിലാണ് ഞാനിന്ന് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റാണ് കേട്ടോ. നമുക്ക് ഒത്തിരി കമൻറ്റ്സ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് റീസെൻ്റായിട്ട്. പക്ഷേ ഈ ഒരു കമൻറ്റിന് എന്തോ ഒരു പ്രത്യേകത തോന്നി. ഞാനൊരു 4-5 വട്ടം വായിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ കമൻറ്റ് എഴുതിയിരിക്കുന്ന ഒരു രീതി കണ്ടിട്ടാണ് എനിക്കത് ഇഷ്ടപ്പെട്ടത് കേട്ടോ. നല്ല ഭംഗിയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു കമൻറ്റാണ്. നല്ല രസമുണ്ട് അത് വായിക്കാനായിട്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനും 2-3 തവണ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഞാനും വായിച്ചു. എന്നിട്ട് ഞാൻ ആ കമൻറ്റിന് റിപ്ലൈ കൊടുത്തു. ജനനി എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കമന്റ് ഇട്ടേക്കുന്നത്. കമന്റ് ഇങ്ങനെയാണ്: ഹായ് ആതിര, എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നറിയില്ല. എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഇത്രയും നേരം നിങ്ങൾ പങ്കുവെച്ചത്. എൻ്റെ മനസ്സ് നിങ്ങൾ എങ്ങനെ വായിച്ചെടുത്തു? പ്രശ്നങ്ങളില്ലാത്തവർ ആരും തന്നെ ഇല്ല. അതിനുള്ള പരിഹാരവും അവർ തന്നെ കണ്ടുപിടിക്കണം. ഞാനും ഒരു ഹോം മേക്കർ ആണ്. വീട്ടമ്മ എന്ന് പറയുന്നതിനേക്കാൾ എല്ലാ സ്ത്രീകൾക്കും അഭിമാനമുള്ള വേർഡാണ് ഹോം മേക്കർ. അർത്ഥം ഒന്ന് തന്നെ. നല്ലൊരു പദവിയുള്ള ജോലി കിട്ടിയതുപോലെ അല്ലേ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുമ്പോഴും ആകാശത്തേക്ക് പറക്കാൻ കൊതിക്കുന്ന മനസ്സിനെ ആരും അറിയുന്നില്ല. എല്ലാവരും ചിരിക്കുന്നു, സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. സുഖമാണോ എന്ന് ചോദിക്കുന്നു. നിന്റെ മനസ്സിന് സുഖമാണോ എന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ട്? സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്ത് എൻ്റെ സന്തോഷവും സമാധാനവും ഞാൻ എന്തിനു മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതാക്കണം? ഞാൻ ഇങ്ങനെ ചിന്തിച്ചാൽ സ്വാർത്ഥത ഉള്ളവളാകും എന്നത് വേറെ സത്യം. നമ്മുടെ ജീവിതം ഒരുപാട് സത്യങ്ങൾ പഠിപ്പിക്കും. എല്ലാം സ്വീകരിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞ് കാട് കയറിയല്ലേ? എൻ്റെ മനസ്സറിഞ്ഞ സുഹൃത്തെ, നന്ദി. എനിക്ക് ഈ വാക്കുകൾ കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് അത്ഭുതമാണ് തോന്നിയത് കേട്ടോ. നല്ല ഭംഗിയായിട്ടല്ലേ എഴുതിയിരിക്കുന്നത്. അതും ഇത്രയും വലിയൊരു കമൻറ്റ് ഇത്രയും സമയമെടുത്ത് എഴുതുമ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ അത് വായിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക? എനിക്ക് അത് വായിച്ചപ്പോഴത്തേക്കും തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് സ്ട്രൈക്കായൊരു കാര്യം, നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സ്വാർത്ഥതയുള്ളവളാകും എന്നുള്ളൊരു പോയിന്റ് പറഞ്ഞായിരുന്നു കേട്ടോ. ഏറെക്കുറെ അത് ശരി തന്നെയാണ്. ഏറെക്കുറെ എന്നല്ല, പൂർണ്ണമായും ശരി തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യമാണ്. എപ്പോഴാണോ മാറി ചിന്തിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ഫോക്കസ്ഡായി ഞാൻ എനിക്ക് പ്രാധാന്യം കൊടുത്ത് മറ്റുള്ളവരെ ഞാൻ അധികം മൈൻഡ് ചെയ്യാതെ തുടങ്ങിയത്, അന്ന് തൊട്ട് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ സ്വാർത്ഥതയുള്ളവളാവുകയും അഹങ്കാരി ആവുകയും ചെയ്തു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ഒത്തിരി വീട്ടമ്മമാർ അങ്ങനെ തന്നെയാണെന്ന്. ശരിക്കും ഈ കമൻറ്റ് എനിക്ക് ഹൃദയത്തിൽ കൊണ്ടൊരു കമൻറ്റാണ് കേട്ടോ. അതെനിക്ക് ഒത്തിരി സന്തോഷവും തോന്നി. അതുപോലെ തന്നെ ഇത്രയും നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങളെ മനോഹരമായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഒരു കമൻറ്റ് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോൾ ജനനി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആരായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
ഒരുപാട് വീട്ടമ്മമാരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു കമൻറ്റ് തന്നെയാണിത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ പങ്കുവയ്ക്കുക. ഒരിക്കലും സെൽഫ് കെയർ എന്ന് പറയുന്നത് സ്വാർത്ഥമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മുടെ സന്തോഷങ്ങൾക്ക് നമ്മൾ എപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കുന്നുവോ അന്ന് തൊട്ട് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ തുടങ്ങിയെന്നാണ് അർത്ഥം. അതിപ്പോൾ ഒരു വീട്ടമ്മയെക്കുറിച്ച് പറയുമ്പോൾ വീട്ടിലുള്ള പണികൾ മാത്രം ചെയ്ത് വീട്ടുകാരെ മാത്രം സന്തോഷിപ്പിച്ച് എല്ലാവരുടെ കാര്യങ്ങൾ നോക്കുന്നത് മാത്രമല്ല വീട്ടമ്മയുടെ ജോലി എന്ന് പറയുന്നത്. നമ്മൾ ഒരു മനുഷ്യനാണല്ലേ, ഒരു മനുഷ്യ സ്ത്രീയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് നമ്മുടേതായ വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ ഇമോഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ നിൽക്കുന്നവർ ഒരിക്കലും മനസ്സിലാക്കിയെന്ന് വരത്തില്ല. ഇനി ഒരു പക്ഷേ മനസ്സിലാക്കിയാൽ പോലും അവർ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ മറക്കും. അത് ആരുടെയും കുറ്റമല്ല കേട്ടോ. എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്നും എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, സന്തോഷിക്കണമെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് മാത്രമേ കഴിയത്തുള്ളൂ, അല്ലാതെ മറ്റൊരാളിന് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യം, നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. ഒരിക്കലും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് നമ്മുടെ സന്തോഷങ്ങൾ. ആളുകൾ ജീവിതത്തിൽ വരും പോകും, പല സാഹചര്യങ്ങൾ വരും, എന്ത് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കാം. പക്ഷേ നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് നമ്മളാണ്. ഞാൻ ഒരിക്കൽ ഒരിടത്ത് വായിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമാണെന്നാണ് പറയുന്നത് അത്രേ. കാരണം ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ളൊരു ജീവിതം അല്ലെങ്കിൽ ജീവൻ അത് തിരിച്ചെടുക്കാനുള്ളൊരു അവകാശം ഈശ്വരന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അത്രേ. അതിന് കാരണം മറ്റൊന്നുമല്ല. നിങ്ങൾക്ക് ഇതൊക്കെ വിശ്വാസം ഉണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. മുജ്ജന്മം എന്നൊക്കെ പറയുന്നത് കുറേ അർത്ഥമുള്ള കാര്യങ്ങളാണത്രേ. അതായത് നമുക്ക് മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ നമ്മൾ ഈ ജന്മത്തിലും നമ്മൾ അനുഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കും, അനുഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പം അതൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മുടെ ആ ജീവിതം, മനുഷ്യ ജീവിതം നമ്മൾ തരണം ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ മനുഷ്യ ജീവിതം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരും, സന്തോഷങ്ങൾ വരും, എല്ലാം വരും. പക്ഷേ എല്ലാം നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മളത് കൈകാര്യം ചെയ്ത് പോകാന്നുള്ളതാണ്. അമിതമായ സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കുകയും അമിതമായ സങ്കടത്തിൽ പൊട്ടിക്കരയുകയും ചെയ്യുകയല്ല വേണ്ടത്. എല്ലാ ഇമോഷൻസും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു സോളുണ്ട്, നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. നമ്മൾ ഈ കാണുന്ന ശരീരം മാത്രമല്ല നമ്മളെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ സോളിന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതെന്താണെന്ന് നമ്മൾ സ്വയം കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മൾ അതിൽ കൂടുതൽ വർക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കുന്നതും വീഡിയോസ് ചെയ്യുന്നതും എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ പാഷനാണെന്ന് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ എപ്പോൾ എൻ്റെ ജീവിതത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞു അപ്പോൾ മുതൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് വേറൊന്ന് തന്നെയാണ്. അപ്പോൾ അതുപോലെ ഓരോരുത്തർക്കും ഓരോ സന്തോഷമായിരിക്കും. ഇപ്പോൾ എൻ്റെ സന്തോഷങ്ങളായിരിക്കില്ല നിങ്ങളുടേത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നർ സോളിന് എന്ത് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് നമ്മൾ ചെയ്യുക കേട്ടോ. അത് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കരുതെന്ന് മാത്രം. നമ്മൾ നമ്മുടേതായ സന്തോഷം കണ്ടുപിടിക്കാൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പോൾ തൊട്ട് നമ്മുടെ ലൈഫ് ഉറപ്പായിട്ടും ചേഞ്ച് ആവും. എൻ്റെ വീഡിയോ കണ്ട് ഒത്തിരി പേര് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഒത്തിരി പേരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു എന്നുള്ള കാര്യം. ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ പണിയെടുത്ത് അടുക്കളയിൽ തന്നെ കിടക്കേണ്ടവളല്ല. നമ്മൾ ഈ കമൻറ്റിൽ വായിച്ചതുപോലെ ആകാശത്തോളം പറന്നുയരാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ ആരും തന്നെ മനസ്സ് വെക്കുന്നില്ല എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടുപിടിച്ച് പടിപടിയായിട്ട് മുന്നേറുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ നമുക്ക് തുടക്കത്തിൽ തന്നെ വലിയ സന്തോഷം വേണം, ഞാൻ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കുമെന്നൊന്നും വിചാരിച്ചാൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെയാണ് തിങ്ക് ചെയ്യുന്നത്. ഞാൻ വളരുന്നതോടൊപ്പം എനിക്ക് ചുറ്റുമുള്ളവരും വളരണം. അതുപോലെ തന്നെ എൻ്റെ കുടുംബം എൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം എന്നുള്ളത് അത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലേ. ഓരോ വീട്ടമ്മയും അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് പോകാൻ പറ്റും. എല്ലാ ആൾക്കാരോടും നമ്മളൊരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇണങ്ങാൻ പോകാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയാൽ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും നല്ല നമ്മുടെ സുഹൃത്തെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളെ നമ്മളോളം മനസ്സിലാക്കാൻ ഈ ലോകത്ത് വേറെ ആർക്കും കഴിയത്തില്ല. നമ്മൾ തന്നെ സ്വയം മനസ്സിരുത്തി ചിന്തിച്ച് നോക്കുക, നമുക്ക് എന്തൊക്കെ സന്തോഷങ്ങൾ ജീവിതത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. ചെറിയ ചെറിയ മൊമെന്റ്സ് ആയിരിക്കും നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കുന്നത് അല്ലേ. അന്നത്തെ ദിവസം തന്നെ ഞാൻ ഈ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ അന്നത്തെ എൻ്റെ ഒരു ഡേ തന്നെ ഞാൻ ശരിക്കും എനിക്കൊരു എനർജി കിട്ടിയതുപോലെ ആയിരുന്നു കേട്ടോ. ഞാനത് വെറും വാക്ക്
പറയുന്നതോ പുകഴ്ത്തി പറയുന്നതോ ഒന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത ഒരു കാര്യത്തിന് എനിക്ക് കിട്ടിയൊരു റിസൾട്ടായിട്ടാണ് ഞാൻ ശരിക്കും ആ ഒരു കമന്റിനെ കണ്ടത്. മറ്റുള്ളവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് എല്ലാവരും ഇന്നത്തെ കാലത്ത് ചെയ്യാത്ത കാര്യവുമാണ്. അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൂടി ഒരു നല്ല വാക്ക് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാനും അവരെ കൂടെ ചേർത്ത് പിടിക്കാനും ഒക്കെ ശ്രമിക്കുവാണെങ്കിൽ ഒരുപാട് ഉപകാരമായിരിക്കും. ആരുടെയൊക്കെയോ ജീവിതത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു വെളിച്ചം പകരാൻ നമുക്കൊക്കെ സാധിക്കുകയും ചെയ്യും. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കാനായിട്ട് പറ്റുമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ സംസാരം കുറച്ച് ഓവറായി പോകുന്നുണ്ടെന്നറിയാം. പക്ഷെ എന്നാലും ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ മൊത്തം പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കാണത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വാതോരാതെ സംസാരിക്കുന്നത്. പക്ഷെ ക്ഷമയോടെ കേൾക്കാനായിട്ട് നിങ്ങളുള്ളപ്പോൾ എനിക്കത് പറയാതിരിക്കാനും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ സാഹിത്യമൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ. ആമി ഇതേ നിലയിൽ തന്നെ സ്കൂളിൽ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു സേമിയ കൊണ്ടുള്ള റാഗി സേമിയയിലുള്ള ഉപ്പുമാവില്ലേ, അത് നല്ല ഈസി ആയിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് കടുക് താളിച്ച് അതിലേക്ക് സേമിയ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തങ്ങ് എടുക്കുകയാണ് ചെയ്തത്. പെട്ടെന്നായി കിട്ടും, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കോണേ. ആ സേമിയ ഉപ്പുമാവില്ലേ, അത് നമുക്ക് വൈകുന്നേരം ചായക്കോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ മക്കൾക്ക് കൊടുക്കാം, നമുക്കും കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല രുചിയാണ് തേങ്ങയൊക്കെ ഇടുന്നത് കൊണ്ട്. വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഉപ്പുമാവ് മോഡലാണല്ലോ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് വെജിറ്റബിൾസിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ രാവിലെ പടവലങ്ങ തോരനാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ മോരുകറി ഉണ്ടായിരുന്നു. അപ്പോൾ തോരനൊക്കെ നിങ്ങൾക്ക് വെക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് റെസിപ്പി പറയാത്തത്. പിന്നെ ആമി സ്കൂളിൽ ഹസ്ബൻഡ് കൊണ്ടുപോയി വിട്ടിട്ട് വന്നു. പിന്നെ ഇതിനിടയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് പുറത്ത് നല്ലോണം. ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൂമിൽ വന്നിട്ട് AC ഇന്ന് ഹസ്ബൻഡിനെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കണമായിരുന്നു കേട്ടോ. AC-യും അതുപോലെ ഫാനും. AC-യിലൊക്കെ ഒരുപാട് ഡസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള നെറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. ഞാനിപ്പോൾ കുറച്ച് നാളായി, 2-3 മാസമായിട്ട് അത് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് AC ഇടുന്ന സമയത്തൊക്കെ ഇങ്ങനെ അതിൽ നിന്ന് ഡസ്റ്റ് പുറത്ത് വരുന്നത് കൊണ്ടാണ് ഞാനങ്ങനെ ക്ലീൻ ചെയ്യിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ തന്നെയാണത് കഴുകി എടുക്കുന്നത് കേട്ടോ. നല്ലപോലെ കഴുകിയതിന് ശേഷം ഉണങ്ങിയിട്ടാണ് അത് വെക്കുള്ളൂ. അപ്പോൾ ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് നമുക്കിനിപ്പോൾ AC-യുടെ ആവശ്യമില്ല. പിന്നെ ഫാന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ബെഡ്റൂം മൊത്തത്തിൽ ഒന്ന് ഡസ്റ്റിങ് ചെയ്തെടുക്കാമെന്ന് കരുതി. പിന്നെ നമുക്ക് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള 1-2 കമൻസും കൂടി നോക്കാം. റീനാമോൾ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്ന് ആതിര എൻ്റെ പേര് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റീനാമോൾ എന്ന് പറയുന്ന ആളിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഇങ്ങനെ കമൻസ് അറിയിച്ചതിൽ ഒത്തിരി നന്ദി. ഹായ്. പിന്നെ ഷാലു വിജേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ആള് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നിഷിത ബൈജു എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു സബ്സ്ക്രൈബറാണ്, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആൾ തന്നെയാണ്. ഇടയ്ക്ക് വെച്ച് എനിക്ക് കഴിഞ്ഞ ആഴ്ച കമൻറ്റ് ഇട്ടിരുന്നതാണ്. ഒരു വൈകുന്നേരമാണ് കേട്ടോ കമൻറ്റ് ഇട്ടിരുന്നത്. ഇതുപോലെ ജോലിക്ക് പോകുന്ന ആളാണ്. ഇപ്പോൾ ട്രെയിനിൽ ഇരുന്നു കൊണ്ടാണ് വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു പഴയ വീഡിയോ കണ്ടിട്ടാണ് കമൻറ്റ് ഇട്ടിരുന്നത് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണുന്നുവെന്ന് അറിഞ്ഞതിൽ. അപ്പോൾ നിഷിത ബൈജു എന്ന് പറയുന്ന ആളിന് ഹായ്. പിന്നെ അതുപോലെ തന്നെ ദീപിക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പുതിയൊരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്. അപ്പോൾ ദീപികയ്ക്ക് ഹായ്. പിന്നെ സ്വാതി M എന്ന് പറഞ്ഞിട്ടൊരു ആൾ കമൻറ്റ് ചെയ്തിരുന്നു. ട്രിവാൻഡ്രത്തുള്ളതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചെന്നൈയിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാതിക്കും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക്. പിന്നെ ജിഷ നായർ എന്ന് പറഞ്ഞിട്ട് ഒരു ആള് 2-3 കമൻറ്റ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ജിഷ നായർ വെൽക്കം ടു അവർ ചാനൽ. ഷംന സുലൈമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു സബ്സ്ക്രൈബറാണ്, പുതിയ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഇത്രയും പേരാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പുതിയ ആളുകൾക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ലായിരിക്കും. നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 10-300ഓളം വീഡിയോസ് നമ്മൾ ഇതിനോടകം തന്നെ ചെയ്ത് കഴിഞ്ഞു. 300-ൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലോങ് വീഡിയോസൊക്കെ ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ വ്ളോഗ്സൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കമൻസ് അറിയിക്കുന്നതിൽ. പുതുതായിട്ട് വന്നവർക്കും ഓൾറെഡി നമ്മുടെ ചാനലിലുള്ളവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒത്തിരി നന്ദി, സ്നേഹം മാത്രം. അങ്ങനെ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തലയൊന്നും
മുഖമൊന്നും അങ്ങനെ അധികം കഴുകുന്നില്ല കേട്ടോ. ദേഹമാണ് കുളിക്കുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽപ്പാണ്. അപ്പോൾ ആമി സ്കൂളിൽ പോയിട്ട് ഈവനിങ് ആകുമ്പോഴത്തേക്കും വരും. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.